ശബരിമല യുവതീ പ്രവേശന വിധിയിൽ പുനഃപരിശോധന വേണമെന്ന് പറയാതെ സർക്കാർ. വിധിയിൽ പുനഃപരിശോധന വേണമോ എന്ന് ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിക്കേണ്ട എന്ന് നിയമമന്ത്രി പി രാജീവ്. കോടതി ഉന്നയിച്ച 7 വിഷയങ്ങളിൽ യുവതീ പ്രവേശ വിധിയിലെ നിലപാട് ഉൾപ്പെടുന്നില്ല. യുവതീ പ്രവേശത്തെ ഇപ്പോൾ എതിർക്കുകയാണോ അനുകൂലിക്കുകയാണോ എന്നത് വ്യക്തമാക്കാതെ സാങ്കേതികത്വം മാത്രമാണ് നിയമമന്ത്രി പറഞ്ഞത്. സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. സുപ്രീം കോടതി അംഗീകരിച്ചില്ല. നിങ്ങളവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇതിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുമോ? ഇത് തിരുത്തണോ ഇല്ലയെന്നോ ഇപ്പം തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ വരട്ടെ. ഇന്നിപ്പോൾ കൊടുക്കണ്ടല്ലോ, ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് മുമ്പ് കൊടുക്കണ്ടല്ലോ, ഞങ്ങൾക്കൊരു സമയമുണ്ടല്ലോ. അത് വച്ചിട്ട് ഞങ്ങൾ നല്ല പരിശോധന നടത്തും, ചർച്ച നടത്തും. ഞങ്ങൾ എപ്പോഴും വിശ്വാസ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ, അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ താല്പര്യങ്ങൾ, ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടല്ലേ ഞങ്ങൾ അന്ന് അഫിഡാവിറ്റ് കൊടുത്തത്. അപ്പം ഇത് നല്ല അവധാനതയോടുകൂടി പരിശോധിച്ച് ശരിയായ രൂപത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ അത് ഗവൺമെൻറ് കൊടുക്കും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, പറഞ്ഞതൊക്കെ ശരി, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, അതും മനസ്സിലാക്കുന്നു. പക്ഷേ 7 വർഷമായില്ലേ, നിലപാട് എന്താണെന്ന് തീരുമാനിക്കാൻ ഇത്രയും കാലയളവ് പോരെ? ആര്യ, വലിയ പ്രതിസന്ധിയിലാണ് സർക്കാർ. കാരണം ശബരിമല വളരെ ലളിതമാണ്. ശബരിമല യുവതീ പ്രവേശ സുപ്രീം കോടതി വിധി അതിനെ തിരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? ഈ ലളിതമായ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി സർക്കാർ. പക്ഷേ അതിന് നിയമമന്ത്രി പി രാജീവ് ഇത് തിരിച്ചും മറിച്ചുമുള്ള ഈ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം അഴകുഴമ്പൻ നിലപാടെടുത്ത് പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാരിന്റെ നിലപാട് എന്നത് ശബരിമല വിഷയത്തിൽ വിശ്വാസവും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണവുമായി ഒരുമിച്ച് ചേരുന്ന ഒരു നിലപാടാണ്. അതാണ് സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലും ഉള്ളത് എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞാണ് നിലപാട് വിശദീകരിക്കാതിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന 7 വിഷയം, സർക്കാർ നിലപാട് പറയേണ്ട 7 വിഷയങ്ങളിൽ ശബരിമല യുവതീ പ്രവേശ സുപ്രീം കോടതി വിധി തിരുത്തേണ്ടതുണ്ടോ ഇല്ലയോ, റിവ്യൂ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ നിലപാട് പറയേണ്ടതില്ല. സാങ്കേതികമായും അദ്ദേഹം പറയുന്നത് ശരിയാണ്, അതിനകത്ത് ഇപ്പോൾ നിലപാട് പറയേണ്ട. പക്ഷേ സർക്കാർ പരോക്ഷമായും സർക്കാർ ഈ വിഷയത്തിൽ കോടതി ചോദിച്ചിരിക്കുന്ന 7 വിഷയങ്ങളിൽ സർക്കാർ വ്യക്തമായ ശബരിമലയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ മറുപടി പറയേണ്ടി വരും. എന്തായാലും യുവതീ പ്രവേശ വിധിയെ സർക്കാർ ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ല എന്നോ ഉണ്ടെന്നോ മറുപടി പറയാൻ കഴിയാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നിയമമന്ത്രി പി രാജീവിന്റെ ഇന്നത്തെ ഈ പ്രതികരണത്തിന് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് ഒരു യെസ് ഓർ നോ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോഴും രാഷ്ട്രീയമായും CPM ഇത് വിശദീകരിക്കേണ്ടി വരും, സർക്കാരിന് പല വേദികളിലും വിശദീകരിക്കേണ്ടി വരും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യങ്ങൾ സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ കോടതിയിൽ വിശദീകരിക്കേണ്ടി വന്നാലും ഇല്ലെങ്കിലും ശബരിമല യുവതീ പ്രവേശ വിഷയം പുനഃപരിശോധന ഹർജി സർക്കാർ കോടതി പരിഗണിക്കുന്ന ഒരു അവസരം വന്നു. ഒരു അവസരത്തിൽ സർക്കാരിന് എന്താണ് ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ CPMന്റെ നിലപാട് എന്താണ്? അത് മുൻപ് 2018 വിധി വന്നപ്പോൾ അനുകൂലിച്ച നിലപാടാണോ അതോ ആ നിലപാടിനൊപ്പമല്ലേ ഇപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ വിശദീകരിച്ചപ്പോൾ ഒരു പണ്ഡിതരുടെ, ഹിന്ദുമതത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ളവരുടെ ഒരു പഠനം നടത്തി ആ ഒരു തീരുമാനമെടുക്കാം എന്നൊക്കെ പറഞ്ഞത് വളരെ മുൻപുള്ള, അതായത് വിധി വരും മുൻപുള്ള ഒരു നിർദ്ദേശവും നിലപാടൊക്കെയായിരുന്നു. പക്ഷെ വിധി വന്ന ശേഷം എന്താണ് സർക്കാർ അത് കോടതി വിധി പൂർണ്ണമായി നടപ്പാക്കും, ഉറപ്പായും അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുമെന്ന ഒരു നിലപാടെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ മതിൽ കെട്ടുകയും നവോത്ഥാന മതിലൊക്കെ കെട്ടുകയും ഒക്കെ ചെയ്ത് അതിന്റെ അടുത്ത ദിവസം യുവതികളെ കയറ്റുന്ന തരത്തിലുള്ള നിലപാടെടുത്തു. പിന്നീട് രാഷ്ട്രീയമായ കനത്ത തിരിച്ചടി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നതിന് ശേഷം മാത്രമാണ് അവിടെ യുവതീ പ്രവേശനത്തിന് വേണ്ടി സർക്കാർ നിൽക്കാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഇതേ ചോദ്യം തന്നെ നമ്മൾ ചോദിച്ചിരുന്നു. അതായത് 2 വനിതകളെ കയറ്റിയതിന് ശേഷം
പിന്നീട് എന്തുകൊണ്ട് പിന്നീട് ഇപ്പോ വിശ്വാസികൾ അവിടെ, അതായത് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുമ്പോഴും CPM വിശദീകരിച്ചുകൊണ്ടിരുന്നത് ശബരിമലയിൽ വിശ്വാസികളായ വനിതകൾക്ക് കയറണം എന്നതാണ് അവരുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് അതിനൊപ്പമാണ്, വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതികളെ കയറണം എന്ന തരത്തിലാണ് അതിനെ CPM വിശദീകരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കഴിഞ്ഞ 6 വർഷക്കാലമായി അങ്ങനെ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ അവിടുത്തെ ആചാരത്തിന് ഒപ്പമുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചു പോന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർബന്ധിത അവസ്ഥയിലാണ്. ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമാണോ ഇല്ലയോ എന്നൊരു നിലപാട് പറയേണ്ടി വരും. കാരണം 2020 ഈ റിവ്യൂ ഹർജി കോടതിയിൽ എടുക്കുന്ന ഒരു അവസരത്തിൽ അന്ന് ദേവസ്വം ബോർഡും സർക്കാരും യുവതീ പ്രവേശ വിധി പുനഃപരിശോധിക്കേണ്ടതില്ല, അതായത് ആ വിധി സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ന് അതേക്കുറിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അതിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന 7 വിഷയങ്ങളിൽ ഉള്ള നിലപാടാണ്, അതിനിത് വരുന്നില്ല എന്ന് പറഞ്ഞ് തൽക്കാലം തടിയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ വിഷയത്തിൽ AGയുടെ അടക്കമുള്ള നിയമോപദേശം സ്വീകരിച്ച ശേഷം മാത്രമേ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കൂ. കാരണം തൊട്ടാൽ കൈകൊള്ളുന്ന വിഷയമാണ്. അഴകുഴമ്പ നിലപാടെടുത്ത് സർക്കാരിന് പിടിച്ചു നിൽക്കാനും കഴിയില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തോട് ചോദിച്ചതും അങ്ങനെ തന്നെയാണ്. NSSും SNDPയും യുവതീ പ്രവേശം ശബരിമലയിൽ വേണ്ട എന്ന നിലപാട് പറഞ്ഞു. UDFും BJPയും യുവതീ പ്രവേശം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നുണ്ടോ, വിധി അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ, അതിലൊരു മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹം ആ ഒരു മറുപടി പറയാൻ തയ്യാറാകാതെ അത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ അല്ലെങ്കിൽ കോടതിക്ക് മുൻപാകെ വിശദീകരിക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞ് ഒരു ധർമ്മസങ്കടത്തിലായിരിക്കുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന നൽകിയത്.